വെൽക്കം ബാക്ക് ടു റിയൽ സ്റ്റോറി. ഞാൻ മിഥുൻ ദാമോദരൻ. ഇന്ന് റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് മുരാരി ബാബുവിനെ കുറിച്ചാണ്. ആരാണ് മുരാരി ബാബു? റോക്കറ്റ് വിക്ഷേപിക്കുന്നത് അയാളോട് ചോദിച്ചിട്ടാണത്രേ. ഒമാനിൽ പോയി സുൽത്താന്റെ രോഗവും മാറ്റിയത്രേ. മുരാരി തന്ത്രിയുടെ കഥയാണ് ഇന്ന് റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. പ്രിയ പ്രേക്ഷകരെ, ഒരിക്കൽ കൂടെ റിയൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറിൽ നിന്ന് സ്വയം പ്രഖ്യാപിത തന്ത്രിപദത്തിലേക്കുള്ള VS രാജൻ ബാബു എന്ന മുരാരി തന്ത്രിയുടെ വളർച്ച പെട്ടെന്നായിരുന്നു. ബാധ ഒഴിപ്പിക്കലിന്റെ പേരിൽ 16 വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പുത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്ത രാജൻ ബാബുവിന്റെ വളർച്ചയുടെ കഥകളാണ് നാട്ടുകാരെയും നമ്മളെയും ഏറെ വിസ്മയിപ്പിക്കുന്നത്. പുത്തൂര് കൊട്ടാരക്കര ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ മുൻപ് ഓട്ടോ ഓട്ടിച്ച് നടന്ന രാജൻ ബാബു ജ്യോതിഷനായത് നാട്ടുകാർ അറിഞ്ഞില്ല. മുരാരി ജ്യോതിഷാലയത്തിലെ ആസ്ഥാന ജ്യോതിഷിയായി സ്വയം അവരോധിച്ചതോടെ രാജൻ ബാബുവിന്റെ വളർച്ച വളരെ വേഗത്തിലായിരുന്നു. ആഡംബര കാറുകളുടെ ഉൾപ്പെടെ ഉടമയാണ് ഇന്ന് രാജൻ ബാബു. കടക്കലായിരുന്നു ആദ്യം ജ്യോതിഷാലയം. ചില പ്രശ്നങ്ങളുടെ പേരിൽ അത് പൂട്ടേണ്ടി വന്നു. പിന്നീട് വെണ്ടാറിലും ഒടുവിൽ അരീക്കലിലെ വീട്ടിലേക്കും പ്രവർത്തനം മാറ്റുന്നു. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ജോത്സ്യനെ തേടി ആളുകൾ എത്തുമായിരുന്നെങ്കിലും പ്രദേശവാസികൾ കാര്യമായി പരിഗണിച്ചേയിരുന്നില്ല. ഇതിനിടയിൽ ഒമാനിലും ജ്യോതിശാലയം തുറന്ന് സുൽത്താന്റെ രോഗം ഭേദമാക്കാൻ പോയി എന്നാണ് നാട്ടിൽ പ്രചരിപ്പിച്ചിരുന്നത്. ഇതിനു പുറമെ ദുബായിലും മസ്കറ്റിലും ഓഫീസുകൾ തുറന്നെങ്കിലും വൈകാതെ തന്നെ അത് പൂട്ടിപ്പോയി. ജ്യോതിഷവിധിയിൽ കാണുന്ന പ്രശ്നങ്ങൾക്ക് പൂജാ പരിഹാരങ്ങളും ഇയാൾ തന്നെ നിർദ്ദേശിക്കുമായിരുന്നു. നല്ല തുക അതിനുവേണ്ടി വാങ്ങിയായിരുന്നു പൂജകൾ നടത്തിയിരുന്നതും. റീൽസിലും താരമായിരുന്നു ഈ പറഞ്ഞ രാജൻ ബാബു. ചാനൽ ചർച്ചകളിൽ വരെ ഇടം പിടിച്ചു. ശാസ്ത്രജ്ഞന്മാർ പോലും തന്നോട് ചോദിച്ചിട്ടാണ് റോക്കറ്റ് വിക്ഷേപിക്കുന്നതെന്നും ഒരു ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷ്ടിച്ചയാളെ കൃത്യമായി പ്രവചിച്ചു എന്നുമൊക്കെയായിരുന്നു അവകാശവാദവും. തിരുവനന്തപുരം ജില്ലയിലെ ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മവുമായി ബന്ധപ്പെട്ട് പണവും സ്വർണവും അപഹരിച്ചു എന്ന പരാതിയും ഇടയ്ക്ക് ഉയർന്നു വന്നിരുന്നു. വിവാദമായതോടെ നഷ്ടപരിഹാരം കൊടുത്ത് അത് ഒതുക്കി തീർക്കാനായി അയാളുടെ ശ്രമം. വടക്കൻ ജില്ലയിലെ ഒരു വീട്ടിലെത്തി ബാധ ഒഴിപ്പിക്കുന്നതിനിടയിൽ കർമ്മം വഴിവിട്ടതോടെ മർദ്ദനമേറ്റതായും പരാതിയുണ്ട്. പഴയ വീടിനോട് ചേർന്ന് പുതിയ വീട് നിർമ്മിച്ച് അവിടേക്ക് താമസം മാറ്റിയത് അടുത്തിടെയാണ്. പഴയ വീട്ടിലാണ് മുരാരി ജ്യോതിശാലയം പ്രവർത്തിക്കുന്നതും. ഇവിടെ പ്രശ്നം നോക്കുന്നതിനും ബാധ ഒഴിപ്പിക്കുന്നതിനും പ്രത്യേക മുറികൾ തന്നെ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. ബാധ ഒഴിപ്പിക്കൽ മുൻപും ഇവിടെ നടന്നിട്ടുണ്ടെന്നാണ് വിവരവും. ജ്യോതിഷി അറസ്റ്റിലായതോടെ സമാനമായ കൂടുതൽ പരാതികൾ ഉയരാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നും കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തുവരുമെന്നും പോലീസ് പറയുകയാണ്. എന്തുതന്നെയായാലും ഓട്ടോറിക്ഷ ഡ്രൈവറായ മുരാരി ബാബു റോക്കറ്റ് വിക്ഷേപിക്കുന്നത് തന്നോട് ചോദിച്ചിട്ടാണെന്ന് പറയുമ്പോൾ ആളുകളൊന്ന് ശ്രദ്ധിക്കുക. ഒമാനിൽ പോയി സുൽത്താന്റെ രോഗം മാറ്റിയോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. മുരാരി തന്ത്രിയുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല, ഇവിടെ തുടങ്ങുകയാണ്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.